കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഞാൻ തിരിച്ച് ഈ വഴി പോകുന്നത്. വെൽക്കം ബാക്ക് ടു ഫുൾ ടൈം ഫാമിലി. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് വേയിലൂടെയാണ്. പണ്ട് പാലക്കാട് തൃശ്ശൂർ ഹൈവേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കുതിരാനമ്പലമൊക്കെ വഴിയല്ലേ പോയിരുന്നത്. ആ വഴിയാണ് ഇപ്പോൾ പോകുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചു പോകുന്നതാണ്. കുറേ കാലങ്ങൾക്ക് ശേഷമുള്ള പോക്കാണ് എൻ്റെ. കാരണം പണ്ട് കോയമ്പത്തൂർ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എവരി വീക്സ് 2 തവണയെങ്കിലും ഞാൻ ഈ വഴി പോയിരുന്നു. വെള്ളിയാഴ്ച വൈകുന്നേരം തിരിച്ച് വീട്ടിലേക്കും തിങ്കളാഴ്ച വെളുപ്പിന് കോളേജിലേക്കും. സോ ആ വഴി കൂടെ കുറേ കാലങ്ങൾക്ക് ശേഷം പോവാണ്. എനിക്ക് തോന്നുന്നു ഈ കുതിരാൻ തുരങ്കപാത വന്നതിന് ശേഷം പിന്നെ നമ്മൾ ആരും തന്നെ ഈ വഴി പോയിട്ടുണ്ടാവില്ല. നമ്മൾ അങ്ങനെ കുതിരാൻ അമ്പലത്തിൻ്റെ അവിടേക്ക് എത്തി. ഈ ഒരു റോഡിന് പ്രത്യേകതയുണ്ട്. നമ്മൾ AC ഒന്നും ഇട്ട് പോകരുത്. ശരിക്കിപ്പോൾ അതിൻ്റെ ഒരു AC ഇടണം. കാരണം കുരങ്ങന്മാരുണ്ട് ഇപ്പോൾ. സോ AC ഇട്ടില്ലെങ്കിൽ നമ്മുടെ വണ്ടിയിലേക്ക് അവർ അറ്റാക്ക് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് നമ്മുടെ കുതിരാൻ അമ്പലം. ഞാനപ്പോൾ നേരത്തെ പറഞ്ഞ ആനകൾ ഇതാണ്. ഫോറസ്റ്റുകാരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ എനിക്ക് തോന്നുന്നു കുറുമ്പന. കുതിരാൻ്റെ പ്രതാപകാലത്തുള്ള ചെറിയൊരു വണ്ടിത്താവളം പോലത്തെ ഒരു ഏരിയ ആണിത്. ഇവിടെ ഒരുപാട് ഹോട്ടലുകളും ചെറിയ ചെറിയ കടകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തുകാരുടെ ഒരു പ്രധാന വരുമാന സ്രോതസ്സായിരുന്നു വഴിയോര കച്ചവടമൊക്കെ. അതൊക്കെ പോയി. അങ്ങനെ നമ്മൾ ഈ കുതിരാൻ ട്രിപ്പ് നമ്മൾ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തണം കമൻറ്റിലൂടെ. പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ലൈക്ക് ചെയ്യാത്തവർ ലൈക്ക് ചെയ്യണേ. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. ഓക്കെ, താങ്ക് യു.